ശ്രീനന്ദനം ലവ് ആഫ്റ്റർ മാരേജ്. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കല്യാണ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ നന്ദനയുടെ മനസ്സ് നിർവികാരമായിരുന്നു. എല്ലാ കണ്ണുകളും തന്നിലേക്കാണ്. അമ്മാവൻ രാഘവനും മറ്റു ചില ബന്ധുക്കളും ആളുകൾക്കിടയിലൂടെ ഓടി നടക്കുന്നുണ്ട്. അനിയത്തി നയന ഒരു മൂലയിൽ നിന്ന് ഫോണിൽ റീൽസ് കാണുന്നു. നന്ദന തന്റെ അടുത്ത് നിൽക്കുന്ന ആളെ ഒന്ന് പാളി നോക്കി. ശ്രീജിത്ത്. ഇയാളാണ് കഴുത്തിൽ താലി കെട്ടുന്നത്. ആളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഈ സ്ഥാനത്ത് നിൽക്കേണ്ടത് ആദർശായിരുന്നു. താൻ ഇഷ്ടപ്പെടുന്ന, തന്നെ ഇഷ്ടപ്പെട്ടിരുന്നവൻ. ആദർശിനെ കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. എവിടെയായിരിക്കും അവനിപ്പോൾ? തന്നെ നഷ്ടപ്പെട്ട വേദനയിൽ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരിക്കുമോ? അതോ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ ആലോചിക്കുകയാണോ? അവളുടെ ഉള്ളം വിറച്ചു. ഇവിടെ നടക്കുന്ന കല്യാണമല്ല, വളർത്തി വലുതാക്കിയ മാടിനെ അറക്കാൻ കൊടുക്കുന്ന ചടങ്ങാണ്. നിനക്കൊന്ന് ചിരിച്ചൂടെ മോളെ? ജാനകി അവിടെ അടുത്ത് വന്ന് പതിയെ ചോദിച്ചു. ആൾക്കാരെന്ത് കരുതും? എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. ഒരു കാര്യം ചെയ്യ, അമ്മ വേറെ കെട്ടിക്കോ, എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്ക്. മുഖത്ത് അടിയേറ്റ പോലെ ജാനകിക്ക് തോന്നി. അവർ പതിയെ പുറകിലേക്ക് മാറി. സമയമായെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അവരുടെ ക്യാമറ കണ്ണുകൾ മണ്ഡപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അമ്മാവനും പിന്നെ പ്രായമായ മറ്റൊരാളും ചേർന്ന് എന്തൊക്കെയോ നിർദ്ദേശിക്കുന്നുണ്ട്. ഒടുവിൽ ശ്രീജിത്ത് അവളുടെ കഴുത്തിൽ താലിയാർത്തി. പിന്നെ വലത് കൈ പിടിച്ച് മണ്ഡപത്തിന് പ്രദക്ഷിണം വെച്ചു. ഇനി രണ്ടാളും അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വാ. അമ്മാവന്റെ കൽപ്പന കേട്ട നന്ദന അമ്മയെ കണ്ണുകാട്ടി അടുത്തേക്ക് വിളിച്ചു. നിങ്ങളുടെ ഏട്ടനോട് പറ, എനിക്ക് താല്പര്യമില്ലെന്ന്. നന്ദു, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ സമയത്ത് ദയവീത് പ്രശ്നം ഉണ്ടാക്കരുത്, അവർ യാചിച്ചു. അതോടെ അവളൊന്ന് അടങ്ങി. കല്യാണ മണ്ഡപത്തിൽ നിന്നും കഷ്ടിച്ച് 100 മീറ്റർ ദൂരത്താണ് അമ്പലം. ശ്രീജിത്തിന്റെ 2 കൂട്ടുകാരും പിന്നെ ഫോട്ടോഗ്രാഫറും അവരനുഗമിച്ചു. ചേട്ടാ, ആദ്യം കുളത്തിൽ ചെന്ന് കാലെഴുകണം, അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം, ഫോട്ടോഗ്രാഫർ പറഞ്ഞു. ശ്രീജിത്ത് മുണ്ട് മുറുക്കിയെടുത്ത് കുളത്തിന്റെ പടവുകൾ ഇറങ്ങി. കൂടെ നന്ദനയും. സൂക്ഷിക്കണം, വഴുക്കലുണ്ട്, ശ്രീജിത്ത് മുന്നറിയിപ്പ് നൽകി. എന്റെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഞാൻ ഈ അമ്പലവും കുളവും. ആൾ പുച്ഛത്തോടെ ഒരു പടവ് താഴെ ഇറങ്ങിയതും കാല് തന്നെ പുറകോട്ട് മലച്ചത് ഒരുമിച്ചായിരുന്നു. അടുത്ത നിമിഷം തന്നെ ശ്രീജിത്ത് അവിടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. പിന്നെ നേരെ നിർത്തി. ആ മുഖത്തെ ചമ്മൽ ശ്രദ്ധിക്കാതെ അവൻ കാല് കഴുകി. ഫോട്ടോഗ്രാഫർ എല്ലാം ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും അമ്പലനടയിലേക്ക് ചെന്നു. ശ്രീകോവിലെ കൃഷ്ണവിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കവേ നന്ദനയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. എന്തൊരു പരീക്ഷണ കൃഷ്ണ ഇത്! വിവാഹത്തിന് ശേഷം ആദർശിന്റെ കൂടെ ഇവിടെ നിന്ന് തൊഴുന്ന ഒത്തിരി സ്വപ്നം കണ്ടതാ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ അല്ലേ? എന്നിട്ട് ആദർശിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്ത്? എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കരുതെന്ന വാശി എന്തിനാ? അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഭഗവാൻ പുഞ്ചിരി തൂവുകയാണ്. ഇന്നിത് അവസാനത്തെയാ, ഇനി ഒരിക്കലും ഞാൻ ഈ നടയിൽ വരില്ല. ആൾ മനസ്സാൽ ശബ്ദമെടുത്തു. പിന്നെ അമ്പലത്തിന് പുറത്തേക്ക് നടന്നു. പാവം കുട്ടി, അതിന് അമ്മയും അനിയത്തിയും പിരിയുന്നതിൽ നല്ല സങ്കടമുണ്ട് ശ്രീജു. കൂടെ വന്ന ഒരാൾ പറയുന്നവൾ കേട്ടു. എന്തായാലും നിന്റെ ഭാഗ്യടാ. ആ അവസ്ഥയിൽ നന്ദനയ്ക്ക് ചിരി വന്നു. ഭാഗ്യം, ഈ വാക്ക് താനും കേട്ടിട്ടുണ്ട്. അമ്മ, അമ്മാവൻ, അമ്മായി, അങ്ങനെ പലരും പലതവണ ഉപയോഗിച്ച വാക്ക്. നല്ല ബന്ധാ ജാനകി, നല്ല ചുറ്റുപാട്, ഒരു പ്രൈവറ്റ് ബസ്, പിന്നെ ട്രാവൽസ് ഒക്കെ ഉണ്ട്. അമ്മയും മോനും മാത്രം ആ വീട്ടിൽ താമസം. ഇളയ മോനങ്ങ് വിദേശത്താ. രാഘവേണ്ണന് നേരിട്ടറിയാവുന്ന കുടുംബക്കാരാ. പ്രായവ്യത്യാസിച്ചിരി ഉണ്ടെങ്കിൽ എന്താ, കഷ്ടപ്പെടേണ്ടി വരില്ല. നന്ദുവിന്റെ ഭാഗ്യമായത്, കൂടുതലൊന്നും ആലോചിക്കേണ്ട. അമ്മായി കുറച്ചുനാൾ മുമ്പ് പറഞ്ഞാണ്. ഈ ഭാഗ്യം താൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. വലിഞ്ഞു മുറുകിയ മുഖമായി അവൾ നടന്നുകൊണ്ടിരുന്നു. വരന്റെ വീട്ടിലേക്ക് പുറപ്പെടാനുള്ള സമയമായി. അലങ്കരിച്ച ബസ്സിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നുണ്ട്. നന്ദന യാത്ര പറയാൻ അമ്മയുടെ അരികിലെത്തി. പോയിട്ട് വാ മോളെ, നല്ലതേ വരൂ, തന്റെ കാലം തൊട്ട് വന്നിച്ച നന്ദനയോട് ജാനകി പറഞ്ഞു. ആർക്ക്? എനിക്കോ? നന്ദന ചിരിച്ചു. എല്ലാ പെൺകുട്ടികളും ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല വരണേ എന്ന പ്രാർത്ഥനയോടെയാണ് പോകുന്നത്. പക്ഷെ ഞാനങ്ങനെയല്ല. എനിക്ക് അവിടെ നരകായിരിക്കണേ എന്നാണ് പ്രാർത്ഥന. എൻ്റെ ജീവിതം എരിഞ്ഞു തീരുന്ന് നിങ്ങളൊക്കെ കാണണം. എടുത്ത തീരുമാനം തെറ്റായി പോയല്ലോ എന്ന് എല്ലാവർക്കും തോന്നുന്ന സമയത്ത് എൻ്റെ ശവം കൂടി വീട്ടുമുറ്റത്തെത്തണം. മോളെ, മോള്, സ്വന്തം മോളുടെ മനസ്സ് കാണാൻ കഴിയാത്ത ഒരാൾ അങ്ങനെ വിളിക്കരുത്. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ വിധി വരില്ലായിരുന്നു. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ ശബ്ദമിടറി. പോട്ടെ, സന്തോഷമായിട്ടിരിക്കും, ഇനി എൻ്റെ ശല്യമില്ലല്ലോ. അവൾ കാറിൽ കയറി. ശ്രീജിത്ത് നേരത്തെ കയറിയിരുന്ന് ഫോൺ നോക്കിയാണ്. കാർ ഡ്രൈവർ സീറ്റിൽ അവൻ്റെ കൂട്ടുകാരനും. ഡ്രൈവർ കാറ് മുന്നോട്ടെടുത്തു. ആദ്യം കാറും പിന്നാലെ ബസ്സുകളും മുന്നോട്ട് നീങ്ങി. തന്റെ നാട് അന്യമാവുകയാണ്. ഇവിടെ എവിടെയോ തന്നെ നഷ്ടപ്പെട്ടതോർത്ത് ഒരുത്തം വിലപിക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ശ്രീജിത്തിന്റെ കൂട്ടുകാരനും ഡ്രൈവറും എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ശ്രീജിത്ത് അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ എന്തോ വീഡിയോ കാണുന്നു. അവളെ പോലും അവൻ ഗൗനിച്ചില്ല. ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് അവർ വീട്ടിലെത്തി. റോഡിൽ നിന്നും മുറ്റത്തേക്ക് കയറുന്നിടത്ത് അലങ്കരിച്ച കമാനത്തിൽ നന്ദനയുടെയും ശ്രീജിത്തിന്റെയും ഫോട്ടോ വലുതായി പതിപ്പിച്ചിട്ടുണ്ട്. ഏതോ സ്ത്രീ വന്ന് അവളെ വരവേറ്റു. റോഡിൽ മാലപ്പടക്കം പൊട്ടുന്നു. ബഹളങ്ങൾക്കിടയിലൂടെ വധൂവരന്മാർ വീണ്ടും മുമ്പിലെത്തി.
തന്നെ വീക്ഷിക്കുന്ന അസംഖ്യം കണ്ണുകളെ നന്ദന അവഗണിച്ചു. ഒരുതരം നിർവികാരതയായിരുന്നു അവൾക്ക്. ഒരു പെൺകുട്ടി കിണ്ടിൽ വെള്ളവുമായി വന്ന് രണ്ടുപേരുടെയും കാല് കഴുകി. ഒരു സ്ത്രീ നിലവിളക്ക് അവളുടെ കയ്യിൽ കൊടുത്തു. വലതുകാല് വെച്ച് കയറും മോളെ. അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. നന്ദന അനുസരിച്ചു. വീടിനകത്തു നിറയെ ആളുകളുണ്ടായിരുന്നു. അവിടെ നേരത്തെ തയ്യാറാക്കിയ ചെറിയ ഇരിപ്പിടങ്ങളിലേക്ക് ആരോ നന്ദനെയും ശ്രീയത്തിനെയും ഇരുത്തി. പിന്നെ ഓരോരോ ആൾക്കാരായി വന്ന് അരിയും പുഷ്പവും തലയിൽ നുള്ളിയിട്ട് അനുഗ്രഹിച്ചു. അവൾ യാന്ത്രികമായി എല്ലാത്തിനോടും സഹകരിച്ചുകൊണ്ടിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാനെത്തി. വിശപ്പും ദാഹവും അവൾ അറിഞ്ഞതേയില്ല. ഒരു പാവയെപ്പോലെ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു എന്ന് മാത്രം. ഈ ഒരു ദിവസം തീർന്നു കിട്ടിയിരുന്നെങ്കിലെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. കുറെ ഫോട്ടോസ് എടുത്ത ശേഷം വീണ്ടും വീടിനകത്തേക്ക് തട്ടമിട്ട ഒരു പെൺകുട്ടി അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി. കുളിച്ച് ഫ്രഷ് ആയിക്കോ, ഡ്രസ്സ് എഴുതേ ആ കബോർഡിലുണ്ട്. സൗമ്യതയോടെ പറഞ്ഞ് അവൾ പുറത്തിറങ്ങി വാതിൽ ചാരി. നന്ദന കബോർഡ് തുറന്നു. ഇന്നേഴ്സ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളെല്ലാം ഭംഗിയായി അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും തനിക്ക് ആവശ്യമായതെടുത്ത് അവൾ ബാത്റൂമിൽ കയറി. എത്ര സന്തോഷവതിയായി ആഘോഷിക്കേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമായി മാറി. ഷവറിന്റെ ചുവട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി. പതിയെ ഡ്രസ്സ് മാറി പുറത്തിറങ്ങിയപ്പോൾ ബെഡിൽ തന്റെ ഫോൺ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. ഇതാരെ കൊണ്ടുവച്ച്? തന്റെ ഭർത്താവാണോ? അവൾ വേഗം അതെടുത്ത് നോക്കി. ആദർശിന്റെ കുറെ മിസ്ഡ് കോൾ കിടക്കുന്നുണ്ട്. അവൾ തിരിച്ചു വിളിച്ചു. നന്ദു. അവന്റെ വിളി കേട്ടപ്പോൾ ഹൃദയം പിടഞ്ഞു. എനിക്ക് വയ്യടി, ശ്വാസം മുട്ടി ചത്തുപോകും ഞാൻ ഫ്രണ്ട്സിനെയും കൂടി അങ്ങോട്ട് വരട്ടെ. ആര് എതിർത്താൽ എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഇറക്കിക്കൊണ്ടുവരാം. ആ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് നന്ദനക്ക് മനസ്സിലായി. എടാ, നമ്മളിതൊക്കെ സംസാരിച്ചല്ലേ? ഞാനിന്ന് വേറൊരാളുടെ ഭാര്യയാണ്, നീ അത് ഉൾക്കൊള്ളണം. ഓഹോ, അവന്റെ പണവും പത്രാസും ഒക്കെ കണ്ടപ്പോ നിനക്കെന്നെ വേണ്ടതായി അല്ലേടി? ഇങ്ങനെ പറ്റിച്ചിട്ട് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാടി പോളെ നീ എന്നെ സ്നേഹിച്ച്? അന്നേ പറഞ്ഞൂടായിരുന്നു നിനക്ക് വെറും ടൈം പാസ് ആണെന്ന് നല്ലൊരുത്തിനെ കിട്ടിയാ കളഞ്ഞിട്ട് പോകുന്നു. വെറുതെ എന്നെ കൊതിപ്പിച്ചു. നിനക്ക് വേണ്ടി വീട്ടുകാർ ശത്രുക്കളാക്കിയ ഞാൻ മണ്ടൻ. നന്ദന പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. പിന്നെ കൈകളിൽ മുഖം പൂഴ്ത്തി ശബ്ദമില്ലാതെ കരഞ്ഞു. ആരാണ് ചതിച്ച്? പണ്ട് പുറകെ നടന്ന സമയത്ത് തന്നെ നിന്നോട് 100 തവണ പറഞ്ഞല്ലേ വേണ്ട, ഈ ബന്ധം ശരിയാവില്ലാന്ന്. മെക്കാനിക് ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ചാണെന്ന് ചെലവഴിക്കുന്ന എനിക്കൊരിക്കലും അച്ഛൻ എന്നെ കെട്ടിച്ചെല്ലുന്ന എത്ര തവണ പറഞ്ഞു. അപ്പൊ നീ മാറാൻ തയ്യാറായി. മലേഷ്യയിലുള്ള ഇളയച്ചന്റെ മോന് അവിടെ ജോലി ശരിയാക്കിയിട്ടുണ്ടെന്നും 2-3 വർഷം അവിടെ നിന്ന് പൈസ സമ്പാദിച്ചിട്ട് വീട്ടിൽ വന്ന് അന്തസ്സായി പെണ്ണ് ചോദിക്കുന്ന നീ പറഞ്ഞപ്പോ ഇത്രയും എന്നെ ആഗ്രഹിക്കുന്ന സ്നേഹിക്കുന്ന നിന്നോട് തിരിച്ചു ഇഷ്ടം തോന്നിയെന്ന് സത്യ. പക്ഷെ പിന്നീട് നിനക്ക് എങ്ങും പോകാൻ താല്പര്യം ഉണ്ടായില്ല. എപ്പോഴോരോ കാരണങ്ങൾ പറയും. ഒടുക്കം സ്വന്തം വർക്ക്ഷോപ്പ് തുടങ്ങാൻ പ്ലാൻ എന്നായി. ഞാനും സമ്മതം മൂടി. സെയിൽസ് ഗീളായ എന്റെയും നിന്റെയും ശമ്പളം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനെന്നായിരുന്നു ചിന്ത. വർക്ക്ഷോപ്പ് തുടങ്ങാനായി ലോൺ എടുത്ത് തികയില്ലെന്ന് സങ്കടപ്പെട്ടപ്പോൾ ആരും അറിയാതെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമാല നിനക്കും പണം വെക്കാൻ തന്നു. അതും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീ നീട്ടി. അവസാനം നിനക്ക് മാലെന്ന് വീട്ടിലറിഞ്ഞ് പ്രശ്നമായി. അപ്പോഴും ജീവിതം നീ സീരിയസ് ആയിട്ട് എടുക്കാത്തതിന്റെ തെറ്റാണോ? ഇതുപോലൊരു ബന്ധം നിനക്ക് സ്വപ്നം കാണാൻ പറ്റൂടി? ഇപ്പോഴത്തെ ചോരത്തിളപ്പിൽ ആ സരളയുടെ മോന്റെ കൂടെ ബൈക്കിൽ പാഞ്ഞടക്കുന്ന ആ സ്വർഗം എന്നൊക്കെ തോന്നും. നീ ഫോണിൽ കാണുന്ന വീഡിയോസ് അല്ല ശരിക്കും ജീവിതം, അത് ഓർമ്മ വേണം. അമ്മാവൻ അലറുന്ന പോലെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് നീ ആ ചെക്കനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? സ്വന്തമായിട്ടൊരു വീടില്ല, വാടക വീടുകളിൽ മാറി മാറി അവർ താമസിക്കുന്നത്. 2 പെങ്ങന്മാരെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ തോന്നിയാസയായി ജീവിക്കുന്ന ഒരുത്തൻ. ഉത്തരവാദിത്തം എന്ന വാക്കിന്റെ അർത്ഥം പോലും അവൻ അറിയില്ല. പോരായിട്ട് അവന്റെ അമ്മ സരള താമസിച്ച സ്ഥലങ്ങളിലെല്ലാം അയൽക്കാരെ ചീത്ത വിളിച്ചും മെക്കിട്ട് കയറിയും പറയിപ്പിക്കുന്ന ഒരുത്തി. അവിടെ വീട്ടിലേക്ക് തന്നെ നിനക്ക് കയറി ചെല്ലണോ? നാളെ നീ പെരുവഴിയിൽ നിൽക്കേണ്ടി വന്നാലേ നിന്റെ അച്ഛന്റെ ആത്മാവിന് പോലും സഹിക്കില്ല. തനിക്കതിന് മറുപടിയൊന്നും ഇല്ലായിരുന്നു. കെട്ടിച്ചു വിട്ട അനിയത്തിയെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ മരിച്ച ശേഷം എന്നെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ നിന്റെ അമ്മ കീമോതെറാപ്പിയും സർജറിയും കഴിയുന്നവരെ ഞാനും എന്റെ ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിട്ടില്ലേ? ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിന്നെ കെട്ടിച്ചു വിടുക എന്നാണ്. നല്ലൊരു ആലോചന ഞാൻ കൊണ്ടുവരികയും ചെയ്തു. അത് മുടക്കാനാണ് ഭാവങ്കി ഞാനോ എന്റെ കുടുംബമോ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. നീ അധ്വാനിച്ച് അമ്മയും അനിയത്തിയും പോറ്റ് ഒരു തുണിക്കടയിലെ ജോലി കൊണ്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണണല്ലോ. എനിക്ക് 2 പെൺമക്കളാ. അവരുടെ ഭാവി കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിന് പകരം നിനക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്നത് വിധവയും രോഗിയായിട്ടുള്ള അനിയത്തിയെ അവിടെ 2 പെൺകുട്ടികളെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവുകൊണ്ടാ, അല്ലാതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടി നീ ഇതിന് സമ്മതിക്കണം. ഈ തീരുമാനം തെറ്റായി പോയെന്ന് നിനക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാ ഞാൻ നിന്റെ കാലിൽ വീഴും, ഭഗവാൻ സത്യം. ഏട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ, അമ്മ കണ്ണീരോട് അപേക്ഷിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ജാനകി? ഓർമ്മ വെച്ച കാലം മുതൽ തുടങ്ങിയ ഓട്ടാ നിന്നെ കെട്ടിച്ചു വിട്ടു. അതിന്റെ കടങ്ങള് അത് തീർന്നപ്പോ സ്വന്തമായിട്ട് വീടുണ്ടാക്കിയതിന്റെ കടങ്ങള്, മക്കളുടെ പഠിത്തം, അതിന്റെ കൂടെയാ നിനക്കും ഇവളുമാർക്കും കഴിയുന്ന പോലൊക്കെ ചെയ്യുന്നു. കണക്ക് പറയുന്നതല്ല, പക്ഷെ എനിക്ക് പ്രായമായി വരിക, ആരോഗ്യവും ക്ഷയിച്ചു.
എന്നിട്ട് ഇപ്പോഴും എൻ്റെ ഓട്ടം അവസാനിച്ചിട്ടില്ല. ഇവളെയും നയനെയും ഞാൻ വേറിട്ട് കണ്ടിട്ടുണ്ടോ? ഗോപി മരിച്ച മുതൽ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സ്നേഹമൊന്നും ഇവൾക്കില്ല. കുട്ടിക്ക് എന്നെ അനുസരിക്കില്ലേ? അമ്മാവൻ പറഞ്ഞൊക്കെ സത്യം തന്നെയാണ്. പൊതുപ്രവർത്തകനായിരുന്ന അച്ഛൻ കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. ഉള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. മരിക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്ന കുറെ കടങ്ങളും പാർട്ടിക്കാർ മൃതശരീരത്തിൽ പുതപ്പിച്ച കൊടിയും മാത്രമാണ്. പിന്നീട് അമ്മാവൻ തന്നെയായിരുന്നു ആശ്രയം. ക്യാൻസർ ബാധിച്ച അമ്മയുടെ ചികിത്സയും മറ്റു ചെലവുകളുമെല്ലാം ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന 10,000 രൂപ കൊണ്ട് നടക്കില്ലല്ലോ. ചേർത്ത് പിടിച്ച അമ്മാവനെ ധിക്കരിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ മരിക്കും വരെ കൂടെ ഉണ്ടാവുമെന്ന് ആദർശിന് കൊടുത്ത വാക്ക് അതായിരുന്നു എതിർക്കാൻ പ്രേരിപ്പിച്ച്. ഒടുക്കം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. താനിന്ന് കാശുള്ളവനെ കിട്ടിയപ്പോൾ സ്നേഹിച്ചവനെ തഴഞ്ഞ ക്രൂരയായി മാറി. അവളുടെ കണ്ണുനീർ തുള്ളികൾ വിരലുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങി. ആദർശിന്റെ അമ്മ ഇപ്പോൾ തന്നെ കുറിച്ച് നാട്ടുകാരോടെല്ലാം വൃത്തികേടുകൾ വിളിച്ചു പറയുന്നുണ്ടാവും. സാരില്ല, താൻ അത് അർഹിക്കുന്നുണ്ട്. ഡോറിന് തട്ടിയേട്ടപ്പോൾ അവൾ പെട്ടെന്ന് ടവൽ കൊണ്ട് മുഖം തുടച്ചു. ഒരു സ്ത്രീ തലകത്തേക്ക് നീട്ടി. അവരുടെ പേര് ഉഷ എന്നാണെന്നും തന്റെ ഭർത്താവിന്റെ അമ്മയാണതെന്നും അവൾക്കറിയാം. പെണ്ണുകാണൽ ചടങ്ങിനും പിന്നെ കല്യാണപ്പന്തലിലും വെച്ച് കണ്ട പരിചയമുണ്ട്. മോളെ ഒന്നിങ്ങി വരുമോ? അവൾ ചോദിച്ചു. നന്ദന വേഗം മുറിവിട്ടിറങ്ങി. അവിടെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ പോവാനിറങ്ങിയ അതിനുമുമ്പ് മോളോടൊന്ന് യാത്ര പറയാൻ വിളിച്ച. അവൾ എല്ലാവരെയും നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഇത് മാരുതിയായിരുത്തി ഭാസ്കരേട്ടന്റെ എന്ന് വെച്ചാ നമ്മുടെ ശ്രീജുവിന്റെ അച്ഛന്റെ ചേച്ചിയാ. നേരത്തെ തന്നെ വീട്ടിലേക്ക് നയിച്ച സ്ത്രീയെ ചൂണ്ടി ഉഷ പറഞ്ഞു. ഇത് ഏർത്തിയുടെ മോളി രശ്മി. ഉഷ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. ബന്ധുബലം ഒത്തിരിയുള്ള കുടുംബം. തനിക്ക് ആകെയുള്ളത് അമ്മയും അനിയത്തിയും അമ്മാവനും അമ്മായിയും അവരുടെ മക്കളും മാത്രം. അടുത്തത് നാട്ടുകാരുടെ ആൾക്കാരുടെയും ഊഴമായിരുന്നു. ആരുടെയും പേരവിടെ മനസ്സിൽ നിന്നില്ല. എങ്കിലും വെറുതെ തലയാട്ടിക്കൊണ്ട് നിന്നു. അരമണിക്കൂറോടെ രംഗം ശാന്തമായി. വീടിനുള്ളിൽ ആരുമില്ല. മുറ്റത്ത് കസേരകളും ടേബിളുകളും വാനത്തിൽ കയറ്റുന്നതിന്റെ ശബ്ദം കേൾക്കാം. നന്ദന ലിവിംഗ് റൂമിൽ ഇനി എന്തെന്നറിയാതെ അതേ നിൽപ്പ് തുറന്നു. റൂമിലേക്ക് കയറണോ അതോ അടുക്കളയിൽ ചെന്നെന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് അറിയില്ല. ചുമരിൽ മാലയിട്ട് തൂക്കിയ ഒരു പുരുഷന്റെ ഫോട്ടോ. അതായിരിക്കും ഭർത്താവിന്റെ അച്ഛൻ. ഇതെങ്ങനെയാണ് മരിച്ചത് അറിയില്ല. ആകെ അറിയാവുന്നത് ശ്രീത്ത് ബസ്സിന്റെ മുതലാളി മാത്രമല്ല, ആ ബസ്സിൽ ഡ്രൈവർ ജോലി ചെയ്യാറുണ്ടെന്നും മാത്രമാണ്. അവൻ ടൗണിൽ വെച്ച് തന്നെ പലതവണ കണ്ടിട്ടുണ്ടെന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ആലോചിച്ചു വന്നെന്നും അമ്മായി അമ്മയോട് പറയുന്ന കേട്ടിട്ടുണ്ട്. താൻ അയാളെ കണ്ടതായി ഓർക്കുന്നില്ല. അന്നൊന്നും ആരെയും ശ്രദ്ധിച്ചിരുന്നില്ല. ആദർശായിരുന്നു ഉള്ളു നിറയെ. മോളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? ഉഷയുടെ ചോദ്യം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഞാൻ വെറുതെ. വാ, എന്തെങ്കിലും കഴിക്കാം. വിശക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ വന്നു കയറിയ ദിവസം തന്നെ അത്താഴപ്പട്ടിണി കിടക്കാനോ? ശ്രീജുവിനെ നോക്കണ്ട, അവന് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. അവർ ഡൈനിങ് റൂമിലേക്ക് നടന്നു. മടിയോടെയാണെങ്കിലും അവൾ അവരെ അനുഗമിച്ചു. നേരത്തെ ആളും ബഹളും കണ്ടപ്പോ മോള് പേടിച്ചുവല്ലേ? അവരൊരു പ്ലേറ്റിൽ ചോറും കറികളും അവൾക്ക് മുമ്പിൽ വിളമ്പി വെച്ചു. ഇവരൊന്നും ഇന്നും ഉണ്ടാവില്ല. ഭാസ്കരേട്ടൻ മരിച്ച ശേഷം ഇന്നലെ ഇന്ന് എല്ലാവരും ഇവിടേക്ക് വരുന്നു. മോൾക്കൊന്നില്ലേലും അമ്മയും അനിത്യയുണ്ടല്ലോ. ഇവിടെ ഞാനും ശ്രീജുവും മാത്രം. നീരജ് ശ്രീജുവിന്റെ അനിയൻ വല്ലപ്പോഴാണ് ലീവിനെത്തുക. ആ ഒരു ചിരിയോടെ ഒരു ഗ്ലാസ് വെള്ളവും അവളുടെ അടുത്ത് വെച്ചു. മോളുടെ അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് നടക്കുന്നില്ലേ? ഇപ്പൊ പൂർത്തിയായി. എന്നാൽ ഇടയ്ക്ക് വയറിൽ സഹിക്കാൻ പറ്റാത്ത വേദന വരും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോവും. എന്ത് ചെയ്യാനാ, ഒരു വൃത്തിയായിട്ട അസുഖമായത്. ശത്രുക്കൾക്ക് പോലും വരുതെന്നാ എൻ്റെ പ്രാർത്ഥന. അനിയത്തി ഇപ്പോൾ പഠിക്കുന്നില്ലേ? +2 കഴിഞ്ഞുകൊണ്ട് ഫാഷൻ ഡിസൈനിങ് ചേർന്നു. അതാ നല്ലത്. വെറുതെ കുറേ കോഴ്സ് പഠിച്ചിട്ട് എന്തിനാ? ജോലി സാധ്യത ഉള്ളത് തിരഞ്ഞെടുത്ത് പഠിക്കണം. അവളും മിടുക്കിയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മിടുക്കി, അത് സത്യമാണ്. സ്വന്തം കാര്യം സാധിച്ചെടുക്കാൻ നയനം മിടുക്കി തന്നെയാണ്. +2 കഷ്ടിച്ച് പാസ്സായ ഉടനെ അമ്മയുടെ അവസ്ഥ പോലും പരിഗണിക്കാതെ ഫാഷൻ ഡിസൈനർ ആണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പട്ടിണി കിടന്ന് സമരം നടത്തിയ മിടുക്കി. താൻ ജോലി ചെയ്ത ഷോപ്പിന്റെ ഓണറോട് കടം വാങ്ങിയ പൈസ കൊണ്ടാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ അവൾ ചേർത്ത്. ആ കടം ഇനിയും തീർന്നിട്ടില്ല. ചേച്ചി വെറും ഒരു സെയിൽസ് ഗേളാണെന്ന് നയന ചിന്തിക്കാറില്ല. ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ്, ചെരുപ്പുകൾ തുടങ്ങി വേണ്ടതൊക്കെ അവൾ കരഞ്ഞ് നേടിയെടുക്കും. അമ്മയെന്ന് അവൾക്ക് സപ്പോർട്ട് നിന്നിട്ടേയുള്ളൂ. നന്ദു, അവളുടെ ആഗ്രഹങ്ങൾ നമ്മളല്ലേ സാധിച്ചു കൊടുക്കേണ്ടത്. അച്ഛനില്ലല്ലോടി. എനിക്ക് മരുന്ന് വാങ്ങിയില്ലേലും വേണ്ട, അവളുടെ കാര്യം നടക്കട്ടെ. നാളെ അവളൊരു കരപറ്റിയാൽ നമ്മളെ സഹായിക്കില്ലേ? അമ്മ അത് പറയുമ്പോൾ പിന്നെ തോറ്റു കൊടുക്കാൻ നിവർത്തിയില്ലല്ലോ. എല്ലാവർക്കും ആഗ്രഹിച്ചൊക്കെ കിട്ടി. തനിക്കോ? വീട്ടിലേക്ക് വിളിച്ചോ? ഇല്ല, വിളിക്കണം. വൈകിക്കണ്ട, അവർക്ക് ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ തന്നെ ഓർത്ത് ആരും ടെൻഷൻ അടിക്കില്ലെന്ന് പറയാൻ തോന്നിയെങ്കിലും അവൾ അടക്കി. കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി അവൾ സിങ്കിനടുത്ത് ചെന്നപ്പോൾ ഉഷ അത് പിടിച്ചു വാങ്ങി. മോള് പോയിക്കോ. വേണ്ട, ഞാൻ കഴിക്കോളാം. നാളെ മുതൽ അതിന് സമയമുണ്ടല്ലോ, ഇന്ന് പോയിക്കോ. അവൾ മടിച്ചു. എനിക്കിത് അത്ര വലിയ ആനക്കാരിയൊന്നല്ല മോളെ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, പോയി റെസ്റ്റ് എടുത്തോ. അവർ നിർബന്ധിച്ചു. അതോടെ നന്ദന കൈ കഴുകി മുറിയിലേക്ക് ചെന്നു. ഉഷ പറഞ്ഞ പോലെ അവൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തലയുടെ ഇരുവശങ്ങളിൽ നല്ല വേദന. ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാം.
ഇന്ന് തന്നെ ആദ്യരാത്രിയാണ്. ആദർശിനൊപ്പം അത് ആഘോഷിക്കേണ്ടിയിരുന്ന താൻ ഇന്ന് ഏതോ ഒരാളുടെ കൂടെ. ആ ചിന്ത മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ശ്രീത്ത് അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തു. അവനെ കണ്ടതും അവൾ എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷെ അവൻ ഇരുന്നോളാൻ ആംഗ്യം കാണിച്ച് ഡ്രസ്സുകളും എടുത്ത് ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞിറങ്ങി വന്ന് ടീഷർട്ടും ഷോർട്ട്സും ധരിച്ചാണ്. കണ്ണാടിക്ക് മുമ്പിൽ നിന്നും മുടി ചീവി ഒതുക്കി അവൻ അവളെ നോക്കി. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അവൾ തലയാട്ടി. മുറിയിൽ ഇരുട്ട് വരുന്നു. ശ്രീത്ത് ബെഡിൽ കുറച്ച് അകലം വിട്ടിരുന്നു. ഫുഡ് കഴിച്ചിരുന്നോ? അവൾ മൂളി. ഞാൻ നല്ല തിരക്കിലായിരുന്നു. നന്ദനയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, സോറി കേട്ടോ. ഈ വീട്ടിൽ അങ്ങനെ ടൈമൊന്നുമില്ല. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. എന്നെ അമ്മയോ കാത്തു നിൽക്കണ്ട. ശ്രീത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. നമുക്കൊന്നും മര്യാദക്ക് പരിചയപ്പെടാൻ പോലും പറ്റിയില്ല. പെണ്ണാളും നിശ്ചയവും കല്യാണമെല്ലാം പെട്ടെന്നായിരുന്നല്ലോ. പരസ്പരം മനസ്സിലാക്കിയ ശേഷമാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു, നന്ദന പെട്ടെന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിൽ തന്നെയുള്ളതാ, വർഷങ്ങളായിട്ടുള്ള ബന്ധം. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാൻ കല്യാണത്തിന് സമ്മതിച്ച്. താൻ എന്തിനാണ് ആ വിഷയം ഇപ്പോൾ പറയുന്ന അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ ആരും ഉണ്ടായില്ല. വേറെ വഴിയില്ലാതെയാ താലികെട്ടാൻ നിന്നെന്ന്. അതിന്? ശ്രീത്തിന്റെ ചോദ്യം പെട്ടെന്നായിരുന്നു. നിനക്ക് നിന്റെ കാമുകന്റെ കൂടെ പോണോ? അങ്ങനെ ഞാൻ എവിടെയോ ന്യൂസിൽ വായിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ രാത്രി കാമുകന്റെ കൂടെ ഒളിച്ചുകൂടിയെന്ന്. ആ ശബ്ദത്തിലെ പരിഹാസം നന്ദന തിരിച്ചറിഞ്ഞു. എനിക്കും പ്രേമുണ്ടായിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ 11-ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയതോടെ തീർന്നു. അല്ലാതെ അതും ആലോചിച്ച് നടക്കില്ല ഞാൻ. പെണ്ണ് കാണാൻ വന്നപ്പോഴും മോതിരം മാറിയ ദിവസവും എന്തിന്? ഇന്ന് കെട്ടിടക്കുന്നവരെ നിന്റെ അണ്ണാക്കിൽ പഴമായിരുന്നോ? എന്നോടെങ്കിലും പറയായിരുന്നില്ല നിനക്ക്? ആൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സിനിമയിലെയും സീരിയലിലൊക്കെ പോലെ ഭാര്യയെ കാമുകന്റെ കൂടെ ചേർത്ത് വെക്കുന്ന മൊണ്ണയല്ല ഞാൻ. ലക്ഷങ്ങൾ ചെലവാക്കിയ നിന്നെ കല്യാണം കഴിച്ച് പന്തൽ കാശെങ്കിലും മുതലാകണ്ടേ? നന്ദന തരിച്ചിരിക്കുകയാണ്. നീ ഏതവന് വേണേലും മനസ്സിൽ കൊണ്ടു നടന്നോ? അവനെ ഓർത്ത് മോഹിക്കോ. അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ അതൊക്കെ ഈ മുറിക്കകത്ത്. പുറത്തിറങ്ങിയ മറ്റുള്ളവരുടെ മുമ്പിൽ നീ എന്റെ നല്ല ഭാര്യയായിരിക്കണം. അല്ലാതെ നിരാശകാമുകിയെ നടക്കാനാണ് ഭാവങ്കി പച്ചക്ക് കത്തിക്കും ഞാൻ. അങ്ങോട്ട് കേറി കിടക്കടി. ശ്രീത്തിന്റെ ശബ്ദമുയർന്നു. അവൾ പേടിയോടെ ചുമരരികിലേക്ക് ചേർന്ന് കിടന്നു. നാശം, ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് പെമ്പിള്ളേരുണ്ട്. എന്നിട്ടും ഇതുപോലൊരു മാനടത്തിനാണല്ലോ ദൈവമേ നീ എന്റെ തലയിലിട്ടത്. അവൻ കിടന്നുകൊണ്ട് പിറുവിറുക്കുന്ന നന്ദന കേട്ടു. ആൾ ഭിത്തിയുടെ നേരെ തിരിഞ്ഞു. ജനലിന്റെ അപ്പുറത്ത് നിന്ന് നേരത്തെ വെളിച്ചം കാണാം. അവിടെ കണ്ണു നട്ടി കിടക്കുമ്പോൾ എന്തുകൊണ്ടോ അച്ഛനെ അവൾക്ക് ഓർമ്മ വന്നു. ഒരിക്കൽ പോലും അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടില്ല. ശാസന പോലും സ്നേഹത്തിന്റെ സ്വരത്തിലായിരുന്നു. പക്ഷേ ഇന്ന് കാമുകനും ഭർത്താവും തന്നോട് സംസാരിക്കുന്നത് മോശമായ ഭാഷയിലാണ്. അവരെ കുറ്റം പറയാനും പറ്റില്ല. എല്ലാം തന്റെ തെറ്റാണ്. ഒരുത്തനെ പ്രണയിച്ച് വഞ്ചിച്ച തെറ്റ്. അവനെ മനസ്സിലിട്ട് വേറൊരുത്തന്റെ ഭാര്യയായത് അതിലും വലിയ തെറ്റ്. ഈ ജീവിതം ഒരു മോശം പെണ്ണായി എരിഞ്ഞു തീരട്ടെ. തന്റെ ഭർത്താവ് എത്ര വേണമെങ്കിലും തന്നെ കുത്തി നോവിച്ചോട്ടെ. ഇതറിയിക്കുന്ന വിധി തന്നെയാണ്. ആൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പക്ഷേ ചുറ്റുവഴുത്ത കണ്ണുനീർ തലയിണയെ നനച്ചുകൊണ്ടിരുന്നു. രാവിലെ നന്ദന ഉറക്കമുണർന്നപ്പോൾ ശ്രീത്ത് അടുത്തുണ്ടായിരുന്നില്ല. ആൾ മൊബൈൽ എടുത്ത് സ്വിച്ച് ഓൺ ചെയ്തു. ആദർശിന്റെ കുറെ മിസ്ഡ് കോൾ നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജും. അവൻ നിന്നെ നന്നായി സൂചിപ്പിച്ചോടി എന്നൊരു ചോദ്യത്തോടെയായിരുന്നു തുടക്കം. പിന്നെ തെറികളുടെ ഘോഷയാത്ര. ആൾ പെട്ടെന്ന് ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. കരഞ്ഞു തളർന്നിരുന്നുകൊണ്ടാവും നല്ല തലവേദന ഉണ്ടായിരുന്നു. പതിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ ചെന്നു. കുളി കഴിഞ്ഞപ്പോൾ തെല്ലൊരു ആശ്വാസം തോന്നി. പിന്നെ നേരെ പോയത് അടുക്കളയിലേക്കാണ്. ഉഷ അവളെ കണ്ടതൊന്ന് ചിരിച്ചു. മോൾക്ക് വിശക്കുന്നുണ്ടോ? 5 മിനിറ്റ് കേട്ടോ, കറി ഇപ്പൊ റെഡിയാവും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ചോദ്യം കേട്ടപ്പോൾ അവരൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ ദോശ പ്ലേറ്റിലേക്ക് ഇട്ട ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അവളുടെ അടുത്തെത്തി കൈപിടിച്ച് കസേരയിലേക്ക് ഇരുത്തിച്ചു. നന്ദു, നിന്റെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ മതി ഇവിടെയും. ഓരോ ജോലിയും പറഞ്ഞ് ചെയ്യിക്കാൻ നീ എന്റെ വേലക്കാരിയൊന്നുമല്ല. നന്ദനൊന്നും മിണ്ടിയില്ല. ഒരു കല്യാണത്തിന് മാനസികമായിട്ട് നീ ഒട്ടും തയ്യാറായിരുന്നില്ലെന്ന് എനിക്കറിയാം. ഇന്നലെ മുതൽ ഈ പരിഭ്രമവും സങ്കടവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. താൻ കയറി ചെല്ലുന്ന വീട്ടിലെങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള കുടുംബക്കാരുടെ ഉപദേശങ്ങളൊക്കെ തലയിൽ നിന്ന് എടുത്തു കളയുക. ചീട്ടവട്ടങ്ങളോടെ ജീവിക്കുന്നവരല്ല ഞാനും ശ്രീജുവും. ഈ വീട്ടിൽ യാതൊരു നിയമങ്ങളും ഇല്ല. ഇന്നലെ വരെ മോൾ അവിടെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ മതി ഇവിടെയും. സ്വന്തം ശീലങ്ങളും സ്വഭാവങ്ങളും ഒന്നും മാറ്റണ്ട. പിന്നെ ഇവിടുത്തെ ജോലികളുടെ കാര്യം ദൈവം സഹായിച്ച് എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്നെ അടുക്കളയിലും മറ്റും ചെറുതായി സഹായിച്ചാൽ മതി. ആറ് വാത്സല്യത്തോടെ അവിടെ മുഖത്ത് തലോടി. മോൾക്കും ശ്രീജീവനും അടുത്ത് പരിചയപ്പെടാൻ പോലും സമയം കിട്ടിയിട്ടില്ല. മോളെ അപേക്ഷിച്ച് അവന് കുറച്ച് പ്രായക്കൂടുതലുണ്ട്. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്നവനാ. പക്ഷേ മോളെ കണ്ട് ഇഷ്ടപ്പെട്ടു. ദേഷ്യം വന്നാൽ കണ്ണു കാണാത്ത സ്വഭാവം. പക്ഷേ ശുദ്ധനുമാ. ഒന്നും മനസ്സിൽ വെക്കില്ല കേട്ടോ. മോള് വേണവരെ മാറ്റിയെടുക്കാനെന്നും ഞാൻ പറയില്ല കേട്ടോ. പെറ്റ് വളർത്തി എനിക്ക് പറ്റാത്തത് മോളെ കൊണ്ടും പറ്റില്ലെന്ന ബോധമൊക്കെ എനിക്കുണ്ട്.
നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ എല്ലാം ശരിയാവും. നന്ദന മറുപടിയൊന്നും പറയാതെ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഭർത്താവിന്റെ വീട് നരകതുല്യമായിരിക്കണേ എന്നായിരുന്നു പ്രാർത്ഥന. പക്ഷേ ഈ അമ്മ സ്വന്തം മോളോടെന്ന പോലെയാണ് പെരുമാറുന്നത്. ശരിക്കും ഇങ്ങനെ തന്നെയാണോ അതോ അഭിനയമാണോ? ഇവരുടെ മകന്റെ മനസ്സിൽ തന്നോട് ഇപ്പോൾ വെറുപ്പായിരിക്കും. കുറച്ച് നാളുകൾക്കുള്ളിൽ ഇവരും വെറുക്കട്ടെ. ഉഷ എഴുന്നേറ്റ് വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തു. കുറച്ച് സമയത്തുള്ളിൽ 2 പ്ലേറ്റിൽ ദോശയും ചട്നി അവർ ടേബിളിൽ വെച്ചു. കഴിക്കാം, ശ്രീജി ഇപ്പോഴൊന്നും വരില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും അവർ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരുന്നു. മക്കളെ അവർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. ശ്രീജിത്തിന്റെ അനിയൻ നീരജ് റഷ്യയിലാണ് ജോലി ചെയ്യുന്നത്. കല്യാണത്തിന് വരാൻ ലീവ് കിട്ടിയില്ല. ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ വരും. കഴിച്ചു കഴിഞ്ഞതോടെ നന്ദന ഡ്രസ്സുകൾ അലക്കിയിടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. കിണറിനരികെ തെങ്ങുകളിൽ വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക് കയറിലേക്ക് ഓരോ തുണികളായി കഴുകി വിരിച്ചു. അടുക്കള വശത്ത് നല്ല സൗകര്യമുണ്ട്. ഒരു മാവും കവുങ്ങുകളും കുറെ തെങ്ങുകളും പിന്നെ ഒരു കറിവേപ്പില മരവും. വൃത്തിയും വെടിപ്പുമുള്ള ചുറ്റുപാടുകൾ. അരക്കി കഴിഞ്ഞ് ബക്കറ്റുകൾ കിണറിന്റെ അരികിൽ വെച്ച് അവൾ വീടിനകത്തേക്ക് കയറി. മോളെ ഒന്നിങ്ങോട്ട് വന്നേ. ഉഷ വിളിച്ചപ്പോൾ അവൾ സിറ്റൗട്ടിലേക്ക് ചെന്നു. 3-4 സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ട്. അയൽക്കാരാണ്. ഉഷ എല്ലാവരെയും അവൾക്ക് പരിചയപ്പെടുത്തി. മുഖത്ത് പുഞ്ചിരിയുടെ മുഖം മൂടിയണിഞ്ഞ് ആളവിടെ നിന്നു. അപ്പോഴേക്കും ശ്രീജിത്തിന്റെ കാറ് മുറ്റത്തെത്തി. അവനെ കണ്ടതും കുശലം ചോദിച്ചുകൊണ്ട് സ്ത്രീകൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. ഇന്നലെ അല്ലേ നിന്റെ കല്യാണം കഴിഞ്ഞ്? ഇന്നൊരു ദിവസമെങ്കിലും വീട്ടിൽ അടങ്ങിയിരുന്നൂടെ? ഉഷ ശാസിച്ചു. നേരം പുലരുമ്പോ തന്നെ പോവാൻ എന്താ ഇത്ര അത്യാവശ്യം? പിന്നെ ഞാനിവിടെ അടയിരിക്കണോ? കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് പോകേണ്ടത് പോകാതിരിക്കാൻ പറ്റില്ല. ഗൗരവത്തിൽ അത്രയും പറഞ്ഞ് നന്ദനയെ നോക്കുപോലും ചെയ്യാതെ ശ്രീജിത്ത് വീടിനകത്തേക്ക് കയറി. മോൾ അവന് ഭക്ഷണം എടുത്ത് കൊടുക്ക്, ഞാനിടം വരെ പോവാ. ഉഷ പോയ ശേഷം നന്ദന അടുക്കളയിലേക്ക് നടന്നു. ഭക്ഷണം മേശപ്പുറത്ത് വെച്ച് റൂമിൽ ചെന്നപ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. കുളിക്കുകയാവും. അവൾ തന്റെ ഫോണും എടുത്ത് അടുക്കളയിലേക്ക് പോയി. ജാനകിയുടെ നമ്പറിൽ നിന്ന് കുറെ മിസ്ഡ് കോളുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. അവൾ തിരിച്ചു വിളിച്ചു. നീ എന്താ നന്ദു ഇന്നലെ വിളിക്കാഞ്ഞ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പരിഭ്രമത്തോടെയുള്ള ചോദ്യം. ഇതുവരെ ഇല്ല, ഉണ്ടെങ്കിൽ അമ്മയെ അറിയിച്ചോളാം, പോരെ? എന്താ മോളെ ഇങ്ങനെ? അവര് സങ്കടപ്പെട്ടു. എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും. എന്റെ ജീവിതത്തിലെ നല്ലതൊക്കെ അച്ഛൻ മരിച്ചോടെ തീർന്നു. അമ്മ പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്തിപ്പേരുണ്ടാക്കില്ല. വെച്ചോ, പിന്നെ വിളിക്കാം. കോള് കട്ട് ചെയ്ത് കണ്ണുകൾ തുടച്ചവൾ തിരിഞ്ഞതും അവിടെ ശ്രീജിത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ലുങ്കി മാത്രമാണ് വേഷം. ഒറ്റ രുദ്രാക്ഷം കെട്ടിയ നേരത്തെ സ്വർണ്ണമാല നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്നുണ്ട്. അമ്മയോട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. അവൻ കസേരയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. നിനക്ക് ഈ ലോകത്ത് ആരോടും സ്നേഹമില്ലല്ലേ? പൊടുന്നനെയുള്ള അവന്റെ ചോദ്യം കേട്ട് നന്ദന പകച്ചു. ഇന്നലെ അവിടുന്ന് ഇറങ്ങി ഈ നിമിഷം വരെ സ്വന്തം അമ്മയെയോ നിന്നെയും നിന്റെ കുടുംബത്തെയും സഹായിച്ച മാമനെയോ ഒന്ന് വിളിക്കണമെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. അവര് പേടിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു. ആളൊന്നും മിണ്ടാതെ തലവിനിച്ചിരുന്നു. നല്ലതാ, വളർത്തി വലുതാക്കി എന്റെ കൂലി ഇങ്ങനെ തന്നെ കൊടുക്കണം. നിന്നെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് 2 തെങ്ങും തൈ വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ അതിന്റെ ഗുണമെങ്കിൽ അവർക്ക് കിട്ടിയേനെ. പരിഹാസത്തോടെ അത്രയും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് കൈ കഴുകി പിന്നെ മുറിയിലേക്ക് നടന്നു. നന്ദന അതേ നിൽപ്പ് തുടരുകയാണ്. ആളുടെ കണ്ണുനീർത്തുള്ളികൾ ടേബിളിൽ ഉറ്റു വീണുകൊണ്ടിരുന്നു. 1 മാസം പിന്നെയും കടന്നുപോയി. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകുന്ന ചടങ്ങുണ്ടെന്ന് ഉഷ ശ്രീജിത്തിനെ ഓർമ്മിച്ചുകൊണ്ടിരുന്നെങ്കിലും അവൻ ഓരോ തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നന്ദനയുള്ള അവന്റെ പെരുമാറ്റത്തിലും യാതൊരു മാറ്റവും ഉണ്ടായില്ല. അധികം സംസാരിക്കാത്ത പ്രകൃതമായതിനാൽ മറ്റാർക്കും അവരുടെ അകൽച്ചയിൽ സംശയം തോന്നിയുമില്ല. ഒരേ മുറിയിൽ ഒരേ കട്ടിലിൽ അപരിചിതരെ പോലെ കിടന്നുറങ്ങും. തരം കിട്ടുമ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ് അവളെ വേദനിപ്പിക്കും. വാക്കുകൾ ഹൃദയത്തിൽ തുളഞ്ഞു കയറുന്ന ഒരു ലഹരിയായി കാണാൻ അവളും ശീലിച്ചു. പക്ഷെ ഒരു ചോദ്യം അപ്പോഴും ബാക്കിയായി. എത്ര നാൾ ഇങ്ങനെ? താൻ കാരണം ഒരാളുടെ ജീവിതമാണ് നശിക്കുന്നത്. അയാളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാവുന്നത്. ഒരിക്കലും അയാൾ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാവാൻ തനിക്ക് കഴിയില്ല. പിന്നെ ഇതിങ്ങനെ തുടരുന്നതിൽ എന്താണ് അർത്ഥം? ഒടുക്ക അവൾ തന്നെ അതിന്റെ ഉത്തരവും കണ്ടെത്തി. അമ്മ ഇനി എത്ര നാൾ ഉണ്ടാവും എന്നറിയില്ല. അതുവരെ ഇവിടെ തുടരും. പിന്നെ എല്ലാവരോടും മാപ്പുറഞ്ഞ് ഇവിടെ നിന്നിറങ്ങി എങ്ങോട്ടെങ്കിലും പോകണം. തന്നെ അറിയുന്ന ആരുമില്ലാത്ത എങ്ങോട്ടെങ്കിലും. നീരജ് ദിവസം ഉഷയെ വിളിക്കുമ്പോൾ നന്ദനയോട് കുറച്ചു നേരം സംസാരിക്കും. അവൻ ശ്രീജിത്തിന്റെ നേരെ എതിർ സ്വഭാവമായിരുന്നു. അവളേക്കാൾ പ്രായമുണ്ടെങ്കിലും ഏടത്തി അമ്മയെന്നാണ് വിളിക്കുക. തന്റെ അനിയത്തി ഒരിക്കൽ പോലും തന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. പക്ഷെ നീരജ് ഒരു ചേച്ചിയുള്ള സ്നേഹവും ബഹുമാനവും കാണിക്കുമ്പോൾ അവൾക്ക് പലപ്പോഴും കണ്ണു നിറയാറുണ്ട്. ഏട്ടൊരു മുരടനാ. ഏടത്തി നമുക്ക് സഹിക്കാൻ ഇച്ചിരി പാടായിരിക്കും, പക്ഷെ നമുക്ക് സെറ്റാക്കി എടുക്കാം. എന്നാലും ഞാനുടനെ എത്തും കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ടൂറൊക്കെ പോകണം. കല്യാണം കൂടാൻ പറ്റാതെ ക്ഷീണം അങ്ങനെ തീർക്കാലോ. നീരജ് ഇടയ്ക്കിടെ പറയും. തന്നെ കുറിച്ച് അറിയുമ്പോൾ അവനും വെറുക്കുമെന്ന് നന്ദനക്ക് ഉറപ്പായിരുന്നു. സാരമില്ല, എല്ലാവരും വെറുത്ത് ഈ ജീവിതം എരിഞ്ഞു തീരട്ടെ. ഒരു ദിവസം രാവിലെ വീട്ടിലെ ജോലിയൊക്കെ തീർത്ത് മുറിയിലേക്ക് അവൾ പ്രവേശിച്ചപ്പോൾ മേശപ്പുറത്ത് ചാർജിങ്ങിനിട്ട മൊബൈൽ ശബ്ദിക്കുന്നുണ്ടായിരുന്നു. അവൾ എടുത്തു നോക്കി. അമ്മ. സുഖാണോ മോളെ? അവൾ മൂളി. ഇന്ന് ആശുപത്രിയിൽ പോകേണ്ട ദിവസം.
നിന്റെ മാമന് നല്ല പനി, അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. നീ വരുമോ? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യാത്തോണ്ടാ. ടൗണിലേക്ക് ഞാൻ എങ്ങനെയും എത്തിക്കോളാം, നീ അവിടേക്ക് വന്നാൽ മതി. ആളൊരു നിമിഷം ആലോചിച്ചു. ശരിയാണ്, ഇന്ന് അമ്മയും കൊണ്ടുപോകേണ്ട ദിവസമാണ്. താനവും മറന്നു. പതിവായി മാമനോ അല്ലെങ്കിൽ താനോ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഉച്ചയ്ക്ക് ശേഷമല്ലേ, ഞാൻ നോക്കട്ടെ. അത്രയും പറഞ്ഞ് നന്ദന കോള് കട്ട് ചെയ്തു. ഉഷ രാവിലെ തന്നെ ഏതോ കൂട്ടുകാരിയെ കാണാൻ പോയതാണ്. ശ്രീത്ത് ജോലിക്കും. ടൗണിലേക്ക് എങ്ങനെ പോകുമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയില്ല. അതോ ആ പോയാൽ തന്നെ ഹോസ്പിറ്റൽ ചെലവുകൾക്ക് കാശ് തികയുമോ എന്നതും സംശയമാണ്. അമ്മയുടെ കയ്യിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഗൂഗിൾ പേയിൽ 2000 രൂപ മാത്രമുണ്ട്. സാരമില്ല, തികഞ്ഞില്ലെങ്കിൽ ആരുടെയും കടം വാങ്ങിക്കാം. സ്വയം സമാധാനിച്ച് അവൾ മെയിൻ ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. പിന്നെ കുളിക്കാൻ കയറി. ശ്രീത്തിനെങ്ങനെ വിവരം അറിയിക്കുന്നതായിരുന്നു അടുത്ത പ്രശ്നം. ഭർത്താവിന്റെ ഫോൺ നമ്പർ പോലും അറിയാത്ത ഭാര്യ. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. എന്നാലും തന്നെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന ഭർത്താവിന്റെ അമ്മയുടെ നമ്പരുണ്ട്. അവരെ വിളിച്ച് സമ്മതം വാങ്ങിക്കാം. കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് മാറി ധരിക്കാൻ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ എന്ന് അവൾ ഓർത്ത്. മുൻവാതിൽ അടഞ്ഞിടക്കുന്ന ധൈര്യത്തിൽ അവൾ തോർത്തരയിൽ ചുറ്റി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി. മുറിയിലേക്ക് കാലെടുത്ത് വെച്ച് അവൾ ഞെട്ടി. ശ്രീത്ത് കയ്യിലെ പുസ്തകത്തിൽ എന്തോ എഴുതിക്കൊണ്ട് ബെഡിലിരിക്കുകയായിരുന്നു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. അപ്പോഴാണ് തന്റെ ശരീരം അരക്കുമീത് നഗ്നമാണെന്ന ബോധം അവൾക്ക് വന്നത്. പെട്ടെന്ന് അവൾ കൈകൾ മാറിൽ പിണച്ചു വെച്ചു. ശ്രീത്ത് പുസ്തകം മടക്കി മേശ വലിപ്പിട്ട് മുറിക്ക് പുറത്തിറങ്ങി ഡോറടച്ചു. നന്ദനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരുമിച്ച് വന്നു. ഇങ്ങനെ അകത്ത് കയറി സ്പെയർ കീ ഉണ്ടായിരിക്കും. എന്നാലും രാവിലെ ജോലിക്ക് പോയ മനുഷ്യൻ ഈ സമയത്ത് കയറിയെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മറ്റുള്ളവർക്ക് അത് തന്റെ ഭർത്താവാണ്. ഭാര്യയുടെ ശരീരം ഭർത്താവ് കാണുന്നതിൽ തെറ്റില്ലല്ലോ. പക്ഷെ തനിക്കോ അയാൾക്കോ മാനസികമായി യാതൊരു അടുപ്പില്ലാത്ത സ്ഥിതിക്ക് അന്യപുരുഷൻ തന്നെ നഗ്നത കണ്ടായിട്ടേ തോന്നുകയുള്ളൂ. ആൾ കൈ ചുരുട്ടി നെറ്റിയിൽ പലതവണ ഇടിച്ചു. പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് തിരിച്ച് പുറത്തിറങ്ങി. അടുക്കളയിൽ നിന്നെന്തോ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ശ്രീത്ത് മീൻ വർക്കുകയായിരുന്നു. ഇന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസാ, ചെല്ലിയൊന്ന് ചോദിച്ച് വിളിച്ചിരുന്ന അമ്മ. അവന്റെ മുഖത്തോക്കാതെ അവൾ ചോദിച്ചു. അതെന്താ, അവിടെ വേറെ ആരുമില്ലേ? കനത്ത ശബ്ദത്തിൽ മറുചോദ്യം. ഇല്ല, മാമന് വയ്യ. ശ്രീത്ത് തിരിഞ്ഞു. നിനക്കൊരു അനിയത്തില്ലേ? ആളോട് പോകാൻ പറ. തീരെ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. കല്യാണം കഴിപ്പിച്ചുവിട്ട് നീ തന്നെ എല്ലാത്തിനും ഓടണോ? കല്യാണം കഴിപ്പിച്ചുവിട്ടെന്ന് വെച്ച് എന്റെ അമ്മയില്ലാതാവോ? ആൾക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം ഞാനാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞ്. ശ്രീത്ത് വിട്ടുകൊടുത്തില്ല. പിന്നെ അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചൊന്നും നീ കൂടുതൽ പണയണ്ട. ആ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ദിവസം ഒരിക്കലെങ്കിലും അമ്മയെ വിളിക്കും. ചെയ്യാറുണ്ടോ? കാമുകനാണെങ്കിൽ മണിക്കൂറുകളോളം വിളിച്ച് സൊല്ലുമല്ലോ. ഇനി ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞ് അവനെ കാണാൻ പോകാനുള്ള പ്ലാനാണോ? നിർത്ത്! നന്ദനയുടെ ശബ്ദമുയർന്നു. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് ശ്രീയേട്ടാ. ഞാൻ തെറ്റുകാരി തന്നെയാ. വേറൊരുത്തന്നെ മനസ്സിലിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യയായി. ആ തെറ്റിന് എന്ത് ശിക്ഷ വേണമെങ്കിലും അനുഭവിച്ചോളാം. അതുകൊണ്ട് തന്നെയാ ദിവസം നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് കുത്തി നോക്കുമ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ആളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ശ്രീയേട്ടൻ വേണമെങ്കിൽ തല്ലിക്കോ അല്ലെങ്കിൽ കൊന്നോ, എനിക്ക് ജീവിക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല. പക്ഷെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് കള്ളം പറഞ്ഞ് പഴയ കാമിൻ്റെ കൂടെ പോകാൻ മാത്രം വൃത്തിയിട്ടൊരു പെണ്ണല്ല ഞാൻ. ഭർത്താവായിട്ട് ശ്രീയേട്ടനെ ഉൾക്കൊള്ളാൻ ഇതുവരെ പറ്റിയില്ലെന്ന് സത്യ. എന്നാൽ അവനോടൊപ്പം സൂഹിക്കാൻ പോകാനാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയരുത്. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെയല്ല വളർത്തിയത്. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി. പിന്നെ അവളോട് നിന്നില്ല. മുറിയിലേക്ക് ഓടിപ്പോയി ഡോറ് വലിച്ചടച്ചു. ശ്രീത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്റെ വാക്കുകൾ നിന്നെ വേദനിപ്പിക്കുന്നതിൽ വിഷമമുണ്ട് നന്ദു. പക്ഷേ നിന്നെ ഞാൻ മാറ്റിയെടുക്കും. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളുകൾക്കുള്ളിൽ ആദ്യമായിട്ടാ നീ എന്നെ ശ്രീയേട്ടാന്ന് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് എന്നോട് കുറച്ചേരെങ്കിലും സംസാരിക്കുന്നത്. നോയിക്കൊടി കാന്താരി, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നീ മാറും. സ്വയം പറഞ്ഞുകൊണ്ട് അവൻ വറുത്ത മീൻ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. നന്ദനം ബെഡിൽ കിടന്ന് ശബ്ദമില്ലാതെ കരയുകയായിരുന്നു. മറ്റെന്തും പ്രശ്നമില്ല. പക്ഷേ തന്റെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിച്ചത്. ആദർശൊരു വേദനയായി ഉള്ളിലുണ്ട്. എങ്കിലും അവന്റെ കൂടെ പോകാൻ താൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ കല്യാണത്തിന് മുമ്പേ ആവാമായിരുന്നു. അമ്മ തനിച്ചെങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമെന്ന് കൂടി ഓർത്തപ്പോൾ അവളുടെ കരച്ചിലിന്റെ ശക്തി കൂടി. സ്ഥിരം അമ്മയെ വിളിക്കാറില്ല എന്ന് വെച്ച് അമ്മയോട് സ്നേഹമില്ലെന്നാണോ അർത്ഥം? എത്ര രാത്രികളിൽ ഉറക്കം പോലുമില്ലാതെ അമ്മയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ പോലെ അമ്മയെ പരിപാലിച്ച തന്നോട് എന്തിനാണ് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? തനിക്ക് ചോദിക്കാൻ ആരില്ലാത്തതുകൊണ്ടല്ലേ? കണ്ണുനീർ തലയിണയെ കുതിർത്തുകൊണ്ടിരുന്നു. പുറത്തെ വാതിൽ തുറന്നടയുന്നതിന്റെയും കാർ ദൂരേക്ക് പോകുന്നതിന്റെയും ശബ്ദം കേട്ടെങ്കിലും അവൾ അതേ കിടപ്പ് തുറന്നു. ഫോണിന്റെ റിംഗ് ടോൺ കാതുകൾ അലോസരപ്പെടുത്തിയപ്പോഴാണ് പിന്നെ എഴുന്നേറ്റത്. എടുത്തു നോക്കിയപ്പോൾ ഉഷയായിരുന്നു. മോളെ, ഇന്നാണ് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവേണ്ടത്? അതെ. എന്നാ അത് എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് റെഡി ആയിക്കോ. ബസ്സിന് പോകണ്ട, ഇപ്പൊ നല്ല തിരക്കായിരിക്കും. ഞാനൊരു ഓട്ടോ പറഞ്ഞു വിടാം. നമുക്ക് വേണ്ടപ്പെട്ട പയ്യനാ. അവ മോളെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ശ്രീയേട്ടനോട് പറയാതെ? അവനോട് ഞാൻ പറഞ്ഞോളാം. നീ പെട്ടെന്ന് റെഡിയാവ്. പിന്നെ ലിവിംഗ് റൂമിലെ മേശപ്പുറത്തൊരു ATM കാർഡ് ഇരിക്കുന്നുണ്ട്. പിൻ നമ്പർ അതിനടുത്തുള്ള കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെടുത്തോ.
അതൊന്നും വേണ്ട, പൈസ എൻ്റെ കയ്യിലുണ്ട്. നന്ദു, ഉഷ ശാസന പോലെ വിളിച്ചു. അത് നിന്റെ ഭർത്താവിൻ്റെ കാർഡാ, എന്ന് വെച്ചാൽ നിന്റെ കൂടി. ഞങ്ങൾ അന്യരായിട്ടാണ് കാണുന്നെങ്കിൽ നീ എടുക്കണ്ട. അതുകൊണ്ടല്ല അമ്മ. ആ പ്രതി 2 നിമിഷം നിശബ്ദത. ഹലോ, മോളിപ്പ എന്താ വിളിച്ച്? അമ്മന്ന്. അവൾ സംശയത്തോടെ മറുപടി നൽകി. അമ്മയെ പോലെ തന്നെയാണ് എന്നെ കാണുന്നെങ്കിൽ പറഞ്ഞ അനുസരിക്കണം. അത്രയും പറഞ്ഞ ഉഷ ഫോൺ വെച്ചു. നന്ദനക്കൊന്നും മനസ്സിലായില്ല. കബോർഡിൽ നിന്നൊരു ടോപ്പ് ലെഗിൻസ് എടുത്ത് തിരിച്ച് അവൾ മുടി ചീവി കെട്ടി. അപ്പോഴാണ് കണ്ണാടിക്കരികിൽ സിന്ദൂര ചെപ്പ് കണ്ടത്. കല്യാണത്തിന് ശേഷം എന്നും സിന്ദൂരം തൊടണമെന്ന് അമ്മ പറയാറുണ്ട്. പക്ഷെ ഈ വീട്ടിൽ വന്ന ശേഷം ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അതിനാരൊന്നും പറഞ്ഞിട്ടുമില്ല. അവൾ ചെപ്പ് തുറന്നിരുന്നുള്ള സിന്ദൂരം എടുത്ത് നെറുകിൽ തൊട്ടു. ഇതില്ലാത്തതിന്റെ പേരിൽ അമ്മയ്ക്ക് വിഷമം തോന്നണ്ട. കബോർഡിൽ നിറയെ അവൾക്ക് വേണ്ട ഡ്രസ്സുകളാണ്. അതിലുള്ള സാധനങ്ങളൊക്കെ മോടിയാണെന്ന് ഉഷയുടെയൊക്കെ പറയാറുണ്ടെങ്കിലും അവൾ അതിൽ നിന്ന് ഡ്രസ്സുകൾ മാത്രമാണ് എടുത്തിരുന്നത്. ഒരു കൗതുകത്തിന് അവൾ ഓരോന്നായി പരിശോധിച്ചു തുടങ്ങി. ബാഗ്, ചെരുപ്പുകൾ, മേക്കപ്പ് സെറ്റ്, ഹെയർ ഡ്രയർ, സാനിറ്ററി പാഡ് തുടങ്ങിയെല്ലാം ഭംഗിയായി അടുക്കി വെച്ച് കണ്ടപ്പോൾ അവൾ ശരിക്കും അമ്പരന്നു. അതോടൊപ്പം ഉള്ളിലൊരു നീറ്റലും അനുഭവപ്പെട്ടു. എത്ര സന്തോഷത്തോടെയാവും ആ മനുഷ്യനിതെല്ലാം തനിക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടാവുക. പക്ഷേ കിട്ടിയത് അയാളെ സ്നേഹിക്കാത്ത ഒരു പെണ്ണിനെ. കുറച്ചേരം ആലോചിച്ച ശേഷം അവൾ ബാഗ് എടുത്ത് മൊബൈൽ ഫോൺ അതിൽ വെച്ചു. പിന്നെ ചെരുപ്പ് എടുത്ത് മുറിവിട്ടിറങ്ങി. മേശപ്പുറത്ത് ATM കാർഡും അതിനടുത്ത് പേപ്പറിൽ പിൻ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ താൻ ആ മേശ കൊടുക്കുമ്പോൾ അത് അവിടെ ഇല്ലായിരുന്നു. ശ്രീത്ത് വെച്ചതാണെന്ന് വ്യക്തം. ഇങ്ങനെ ശരിക്കും വട്ടാണോ? തന്നോട് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാ കാർഡോട് വെച്ചിരിക്കുന്നു. ഇത് എന്തുതരം സ്വഭാവ? ഉഷയോട് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം അറിയിച്ച് അവൻ തന്നെയാണ് നന്ദന ഊഹിച്ചു. മെയിൻ ഡോറിന്റെ കീ ഹോളിൽ താക്കോലും വെച്ചിട്ടുണ്ട്. ഇതും അങ്ങേരുടെ പണിയാവും. മുറ്റത്ത് ഓണടി ശബ്ദം കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് കാർഡും പേപ്പറും ബാഗിൽ വെച്ചു. പിന്നെ താക്കോലെടുത്ത് പുറത്തിറങ്ങി വാതിൽ പൂട്ടി. ഒരു ഓട്ടോ അവിടെ നിൽപ്പുണ്ട്. അതിൽ നിന്ന് ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പോയി പുഞ്ചിരിച്ചു. ചേച്ചി പോവാം. അവൾ തലയാട്ടി. പിന്നെ ഓട്ടോയിൽ കയറി. എൻ്റെ പേര് നെജിമൽ, ഞാൻ നീരജിന്റെ ഫ്രണ്ടാ. നിങ്ങളുടെ വീടിന്റെ പുറകിലൂടെ നടന്ന 4ാമത് കാണുന്ന എൻ്റെ വീട്. യാത്രക്കിടാൻ പറഞ്ഞു. നിങ്ങളുടെ കല്യാണത്തിനൊക്കെ ഞാനുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഓരോ തിരക്കുകള്. ചേച്ചിക്ക് ഡ്രൈവിംഗ് അറിയില്ല അല്ലേ? ഇല്ല. ചേച്ചിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ശ്രീജേട്ടൻ പറയുന്നുണ്ടായിരുന്നു. കാറ് മിക്കവാറും വീട്ടിൽ വെറുതെ എടുക്കുമല്ലേ. ചേച്ചിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് എടുക്കാലോ. സ്കൂട്ടി ഓടിക്കാൻ അറിയോ? ഇല്ല. എൻ്റെ അനിയത്തിയെ ഷംന പഠിപ്പിച്ചോളൂ. ചേച്ചിക്ക് എപ്പോഴാണ് ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ മതി. അവള് ശ്രീജേട്ടനെ ആ ജോലി ഏൽപ്പിച്ചിരിക്കുക. നന്ദനയൊന്നും മിണ്ടിയില്ല. ഷംനയെ അവൾക്കറിയാം. കല്യാണ ദിവസം തനിക്ക് മുറി കാണിച്ചെന്ന ഷംനയാണ്. ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. അവള് മാത്രമല്ല, ഉമ്മ നഫീസയും ഉപ്പാലിയും സ്ഥിരം സന്ദർശകരാണ്. ഒരേട്ടനുണ്ടെന്ന് എപ്പോഴും ഷംന പറഞ്ഞിരുന്നു. താൻ ഏതോ സ്വപ്നത്തിലാണെന്ന് അവൾക്ക് തോന്നി. ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമൊന്നും പണ്ടോട്ടേ ഇല്ല. അച്ഛനൊരു പഴയ ബൈക്കുണ്ട്. അത് ഓടിക്കാൻ പഠിപ്പിക്കാൻ അച്ഛനിടയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പേടിയായിരുന്നു. ഒരിക്കൽ കുറ്റിക്കാടിലേക്ക് ബൈക്ക് ഓടിച്ച് കയറ്റിയതോടെ അത് നിർത്തി. തനിക്കിഷ്ടം ആദർശിന്റെ കൂടെ ബൈക്കിൽ പോകാനായിരുന്നു. നാട്ടിൽ വെച്ച് അവന്റെ പിറകെ ഇരിക്കാറില്ല. ഇടയ്ക്ക് ജോലി സ്ഥലത്ത് നിന്ന് ലീവ് എടുത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോകും. അപ്പോൾ മാത്രം. ബൈക്ക് വാഹനങ്ങൾക്കിടയിലൂടെ അതിവേഗം വെട്ടിച്ച് വായിക്കാൻ ആദർശിന് നല്ല കഴിവാണ്. ഒരു പ്രാവശ്യം തന്നെ ഇരുത്തി ഫ്രണ്ട് വീൽ ഉയർത്തി അവൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. അന്ന് ശരിക്കും ഭയന്നു. ഇങ്ങനെ പേടിക്കണോ? എന്റെ കൂടെയല്ലേ? ഞാൻ വീണാലും നിനക്കൊരു പോർലോനും പറ്റില്ല. അന്ന് പിണങ്ങിയ തന്നോട് സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകൾ. ആ രംഗം മനസ്സിൽ തെളിഞ്ഞതും അതോടൊപ്പം തന്നെ വേറൊരു മുഖവും നന്ദനയുടെ മനസ്സിലേക്ക് എത്തി. ശ്രീത്തിന്റെ. ദേഷ്യപ്പെട്ടും പരിഹസിച്ചും തന്നെ പരമാവധി വേദനിപ്പിക്കുമ്പോഴും ഒരു ഭാര്യയ്ക്ക് വേണ്ട എല്ലാ അധികാരത്തോടെ ചെയ്യുന്ന മനുഷ്യൻ. താനറിയാതെ തന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നയാൾ. അതോടെ അവൾ ചിന്തകൾക്ക് അടിഞ്ഞാടാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിന് മുമ്പിലെത്തിയപ്പോൾ അവൾ പുറത്തിറങ്ങി. എത്രയാന്ന് വെച്ചല്ലേ? എന്റെ കയ്യിൽ കാശില്ല, ഗൂഗിൾ പേ നമ്പരാ, അതിലിടാം. നല്ല കാര്യായി. നജ്മല് ചിരിച്ചു. ചേച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പറഞ്ഞാലേ റഷ്യയിലിരിക്കുന്നതിന് ഇവിടെ പറന്നു വന്നതിനെ തല്ലും. എന്നാലും ജോലി ചെയ്തതിന് കൂലി വേണ്ടേ? ഇത് ജോലിയായിട്ടല്ല, ഞങ്ങൾക്കൊരു കുടുംബം പോലെ ജീവിക്കുന്ന ചേച്ചി. അഥവാ പൈസ വേണമെങ്കിൽ ശ്രീജോനോട് വാങ്ങിച്ചോളാം. ചേച്ചിയല്ലേ? ആ ഒരു ഓട്ടോ മുന്നോട്ടെടുത്തു. നന്ദന പതിയെ ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നു. അവിടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിന് മുമ്പിൽ വീൽ ചെയറിൽ ജാനകിയെയും അടുത്ത് തന്നെ അസ്വസ്ഥതയോടെ ഇരിക്കുന്ന നയനയെയും കണ്ടു. ചേച്ചി ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 2ആയി. ആളെ കണ്ടതും നയന ദേഷ്യപ്പെട്ടു. എന്റെ ക്ലാസ് പോയി. ഇവിടെ എന്താ എങ്ങനെയാ ചെയ്യേണ്ടത് പോലും അറിയില്ല. സ്ഥിരം വന്നോണ്ടിരുന്ന അമ്മയ്ക്ക് പോലും ഒരു മണ്ണാങ്കട്ടി അറിയില്ല. ഒരു തലയിലെഴുത്ത്. നന്ദന ചുറ്റും നോക്കി. അവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ശ്രദ്ധ തങ്ങളിലാണ്. അമ്മയാവട്ടെ സങ്കടത്തോടെ 2 മക്കളെയും നോക്കുന്നു. ഈ ഇരിക്കുന്നത് എൻ്റെ അമ്മ മാത്രമല്ല, നിന്റെയും കൂടി അമ്മയാ. അതുകൊണ്ട് ഉത്തരവാദിത്തം 2 ആൾക്കും ഒരുപോലെയാ. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇത്രയും കാലത്തിനിടക്ക് ഒരിക്കലെങ്കിലും നീ അമ്മയും കൊണ്ട് ഇവിടെ കയറിയിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആ ജോലി നിന്റെയാ. അല്ലാതെ രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിക്കാനൊന്നല്ല നിന്നെ വളർത്തിയത്. ഈ പേടിപ്പിക്കലൊക്കെ നിന്റെ ചെലവിൽ ഞാൻ ജീവിക്കാൻ മതി. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്രയും നാളായിട്ട് ഒരിക്കൽ പോലും ഒന്ന് വിളിക്കപോലും ചെയ്യാത്ത അനിയത്തി ഈ ചേച്ചിയെ ഭരിക്കാൻ വരണ്ട, കേട്ടല്ലോ?
ചേച്ചി ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാറില്ലല്ലോ. കാമുകിനെ ഒഴിവാക്കി നല്ലൊരുത്തനെ കിട്ടിയപ്പോൾ പോയ ചേച്ചിയും എന്നെ ഭരിക്കേണ്ട. നന്ദനയുടെ മുഖം ചുവന്നു. ആളതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴാണ് ശ്രീത്ത് അങ്ങോട്ട് വന്ന് നന്ദന അത്ഭുതത്തോടെ അവനെ നോക്കി. അവൻ പക്ഷെ രണ്ടാളെയും മൈൻഡ് ചെയ്യാതെ ജാനകിയുടെ അടുത്ത് ചെന്നു. ഡോക്ടർ കണ്ടോ? അവൻ സ്നേഹത്തോടെ അവരോട് ചോദിച്ചു. ഇല്ല മോനെ, 17ാമത്തെ ടോക്കണ. ഇനി ഒരാൾ കൂടി കയറാനുണ്ട്. മോന് നീ ജോലിക്ക് പോയില്ലേ? ഇല്ല, ബസ് വർക്ക്ഷോപ്പിലാ. പിന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിനിടയിൽ ഫുഡ് കഴിക്കാൻ വീട്ടിലെത്തിയപ്പോഴല്ലേ ഇവൾ ഇന്നാണ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് ഇവളൊരു വണ്ടിയിൽ കയറ്റി വിട്ട് ഞാൻ പുറകെ വന്നാ. വേണ്ടായിരുന്നു, മോന് ബുദ്ധിമുട്ടായില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നിങ്ങളെങ്ങനെ വന്ന്? ബസ്സിൽ. ഇത്രയും വയ്യാതായിട്ട് ബസ്സിലോ? വലിയ ദൂരമൊന്നുമില്ലല്ലോ, വേറെന്തെങ്കിലും വണ്ടി ഇട്ടോ നോക്കിക്കൂടെ? അതിലും പിശുക്കാണോ? അവൻ ആ ചോദ്യം ചോദിച്ച് നയനയുടെ മുഖത്ത് നോക്കിയാണ്. അവൾ എന്തെങ്കിലും മോശമായി പ്രതികരിക്കുന്ന തോന്നലിൽ നന്ദ അവിടെ കൈപിടിച്ചമർത്തി. പിന്നെ മിണ്ടരുതെന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഡോക്ടറെ കാണാൻ കയറിയത് മുതൽ ഓരോ ടെസ്റ്റുകൾക്കും ഫാർമസിയിൽ ചെന്ന് മരുന്ന് വാങ്ങാനെല്ലാം ഓടിയാണെന്ന് ശ്രീത്തായിരുന്നു. നല്ല പെർഫോമൻസ്, ഏറ്റവും നല്ല ഭർത്താവുള്ള അവാർഡ് ഇങ്ങേർക്ക് തന്നെ. നയന പരിഹസിക്കുന്ന നന്ദനെ കേൾക്കാത്ത ഭാഗത്തിൽ നിന്നു. ജാനകി അതീവ സന്തോഷവതിയായിരുന്നു. ഒരു മകനെ കിട്ടിയതുപോലെ അവർക്ക് തോന്നി. നിങ്ങളെങ്ങനെയാ തിരിച്ചു പോന്ന്? എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങിയപ്പോൾ ശ്രീത്ത് ചോദിച്ചു. ബസ്സിന് പോയിക്കോളാം മോനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആറ് വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കാല് നിലത്തുറച്ചില്ല. ശ്രീത്ത് അവരെ താങ്ങിപ്പിടിച്ച് വീണ്ടും ഇരുത്തി. ടാക്സി സ്റ്റാൻഡിൽ ചെന്നൊരു ടാക്സി വിളിച്ച് കൊണ്ടുവന്നു. അതിനുശേഷം അവരതിലിരുത്തി. നയനയും കയറി. ഡ്രൈവറോട് പോവേണ്ട സ്ഥലം പറഞ്ഞ് എത്രയാണ് ചാർജ് എന്ന് ചോദിച്ച ശേഷം അവൻ ആ പൈസ കൊടുത്തു. പിന്നെ നന്ദനയെ നോക്കി. നീ കയറിക്കോ. ഞാനോ? പിന്നല്ലാതെ, ഈ അവസ്ഥയിൽ അമ്മയെ താങ്ങി പിടിച്ചടത്ത് നിന്റെ അനിയത്തിക്ക് പറ്റില്ല. നാവുണ്ടായിട്ട് കാര്യമില്ല, ശരി ആരോഗ്യം കൂടി വേണ്ടേ? അവൾക്കതില്ല. നയനെ കോപത്തോടെ അവർ നോക്കിയെങ്കിലും അവനത് കാര്യമാക്കിയില്ല. കയറ്. വേണ്ട മോനെ, ഞങ്ങൾ പോയിക്കോളാം. ജാനകി ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. കയറി. അവന്റെ ശബ്ദം കനത്തോടെ വേറെ വഴിയില്ലാതെ നന്ദനെ കാറിൽ കയറി. അത് റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ശ്രീത്ത് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുകയാണ്. വീട്ടിലെത്തിയ ഉടനെ നയന ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. നന്ദന ജാനകിയെ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തി. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ഭക്ഷണമൊന്നുമില്ലായിരുന്നു. വേഗം കുറച്ച് കഞ്ഞിയുണ്ടാക്കി ചമ്മന്തി അരച്ച അമ്മയെ കഴിപ്പിച്ചു. മോള് കഴിച്ചോ? വിശപ്പില്ല. അവൾ പാത്രങ്ങളെടുത്ത് അടുക്കളയിലെത്തിയപ്പോൾ നയൻ അവിടെ നിന്ന് കഞ്ഞി കുടിക്കുകയാണ്. എനിക്ക് ഇവിടേക്കൊന്ന് വൃത്തിയായിക്കൂടെ? സമയം കിട്ടണ്ടേ? ഞാൻ ക്ലാസ് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും വൈകും. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോഴേക്കും പാതിരിയാവും. ചേച്ചിക്ക് അത്രയ്ക്ക് നിർബന്ധമാണ് ഈ ഭർത്താവിനോട് പറഞ്ഞൊരു വേലക്കാരിയോട് വയ്ക്ക്. നയനയ്ക്ക് യാതൊരു കൂസലുണ്ടായിരുന്നില്ല. ഞാനുള്ളപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്നേ. എനിക്കിങ്ങനെയൊക്കെ കഴിയും. നയനെ കഴിച്ചെഴുന്നേറ്റ് പാത്രം കഴുകി. പിന്നെ ഭർത്താവിനോട് പറഞ്ഞേക്ക്, ഭാര്യയെ ഭരിക്കുന്ന പോലെ എന്നെ ഭരിക്കാൻ വരണ്ടെന്ന്. വല്ലതും പറഞ്ഞാൽ കൂടിപ്പോകുന്ന വെച്ചാൽ മിണ്ടാണ്ടിരിക്കുന്നേ. നയനയ്ക്ക് സ്ത്രീത്തിനുള്ള ദേഷ്യം എന്തുകൊണ്ടാണെന്ന് നന്ദനയ്ക്കറിയാം. ആദർശിന്റെ അനിയത്തി നിമിഷയും നയനയും കൂട്ടുകാരികളാണ്. തന്നോട് ബന്ധം തുടങ്ങിയ പിന്നെ ആദർശ് വളരെ സ്നേഹത്തോടെയാണ് നയനയോട് പെരുമാറിയത്. ഇടയ്ക്കൊക്കെ ഡ്രസ്സുകളും മറ്റു സാധനങ്ങൾക്ക് വാങ്ങിക്കൊടുക്കും. കൂട്ടുകാരി തന്നാണെന്ന് അവരുടെ കള്ളം അമ്മ വിശ്വസിക്കുകയും ചെയ്യും. അവളോട് കൂടുതലൊന്നും സംസാരിക്കാതെ നന്ദന ഫോണെടുത്ത് ഉമ്മറത്തേക്ക് നിന്നിരുന്ന് ഉഷയെ വിളിച്ചു. ഹലോ മോളെ, വീട്ടിലെത്തിയോ? എത്തി. സോറി അമ്മ. എന്തിനാ സോറി? ഞാൻ അമ്മയുടെ അനുവാദം ചോദിക്കാതെ വന്ന്. ഉഷ ചിരിച്ചു. സ്വന്തം വീട്ടിലേക്ക് പോകാൻ നിനക്കെന്തിനാ മോളെ എൻ്റെ സമ്മതം? എപ്പോൾ വേണമെങ്കിലും പോവാം. എവിടെ പോകുന്നെങ്കിലും ഞാൻ ഇന്നടുത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇന്ന് ശ്രീജാണ് നിന്നെ അവരുടെ കൂടെ വിട്ടത്. അപ്പം പിന്നെ സോറിയുടെ ആവശ്യമില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അതുപോലെ തന്നെയാ, ഇടയ്ക്ക് നല്ല വേദന ഉണ്ടാവും. ഇപ്പം മരുന്ന് കഴിച്ച് ഉറങ്ങുക. മോള് വല്ലതും കഴിച്ചായിരുന്നോ? ഓവ്, അമ്മ വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ തന്നെ കൂടും. നീയും ശ്രീജും ഇല്ലാതെ അവിടെ എനിക്ക് ബോറടിക്കും. ശ്രീ എന്നോട് പോയി? അവൾ അമ്പലം നിന്നു. ആ കുറച്ച് കഴിഞ്ഞാൽ മോളുടെ വീട്ടിലേക്ക് വരും. ഇവിടേക്കോ? അതെ, നിങ്ങളുടെ കൂടെ വരാനിരുന്ന. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഭാര്യ വീട്ടിലേക്ക് കാക്കി യൂണിഫോം ഇട്ട് വരുന്നത് ശരിയല്ലല്ലോ. ബസ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയ ശേഷം വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി അവൻ എത്തിക്കോളും. നന്ദനയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഇത്രയും നാളായിട്ട് ഇങ്ങോട്ട് വരാൻ യാതൊരു താല്പര്യം അവൾ പ്രകടിപ്പിക്കാത്ത ആഗ്രഹമില്ലായിട്ടല്ല. ആദർശോ അവൻ്റെ അമ്മയോ അല്ലെങ്കിൽ നാട്ടുകാരോ ശ്രീത്തിനോട് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന ഭയം കൊണ്ടാണ്. തനിക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്ന് ശ്രീത്തിനും അറിയാം. പക്ഷെ ഭാര്യയുടെ പഴയ ബന്ധത്തെക്കുറിച്ച് വേറെ ആളുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരുമ്പോൾ ഒരു ഭർത്താവിനും സഹിക്കില്ല. ചിലപ്പോൾ അത് അവൻ ഉഷയോടും നീരജിനോടും പറയും. അതോടെ അവരും തന്നെ വെറുക്കും. കല്യാണം കഴിഞ്ഞിട്ടും തങ്ങൾ അന്യരായിട്ടാണ് കഴിയുന്നതെന്നറിഞ്ഞാൽ ചിലപ്പോൾ തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇവിടേക്ക് തിരിച്ചു വന്നാൽ നാട്ടുകാരുടെ പരിഹാസം, ബന്ധുക്കളുടെ ഒറ്റപ്പെടുത്തൽ, ഇതൊക്കെ നേരിടേണ്ടി വരും. അതോടെ അമ്മ ചങ്കൂട്ടി മരിച്ചേക്കാം. ആദർശിന്റെ അമ്മ കുറച്ചാൾ മുമ്പ് ഈ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയെന്ന് ഒരു കൂട്ടുകാരി ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു. അവരുടെ മകൻ ജോലിക്ക് പോവാതെ മുഴുക്കുടിനായി നടക്കുന്നതിന്റെ കാരണം താനാണെന്നും പറഞ്ഞിട്ടായിരുന്നു. ശ്രീത്തിന് മുമ്പിൽ വെച്ച് അത് വീണ്ടും ആവർത്തിച്ചാൽ നന്ദനയുടെ ശരീരം വിറച്ചു. അവനെങ്ങനെ തടയും? അവൾക്കറിയില്ലായിരുന്നു.
മോളെന്താ ഒന്നും മിണ്ടാത്ത? ഉഷ ചോദിച്ചു. കഴിഞ്ഞു പോയതിനെ കുറിച്ചൊക്കെ ആരെങ്കിലും പറയുന്നുള്ള പേടിയാണോ? ഇത്തവണ നന്ദന ശരിക്കും ഞെട്ടി. അമ്മ, ആ പേടി വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നിന്റെ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്നൊരു വികാരം മാത്രം അത്. അതിന്റെ പേരിൽ നിന്നെ ആരും തള്ളിപ്പറയില്ല, കുറ്റപ്പെടുത്തില്ല, പോരെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴിക്കൊണ്ടിരുന്നു. പിന്നെ ശ്രീജു, നീ വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയോണ്ടാ അവൻ നിന്നെ നിർബന്ധിക്കാഞ്ഞത്. പക്ഷെ എത്ര കാലം നാട്ടുകാരെ പേടിച്ച് ജീവിക്കും? പറയുന്നവർ പറയട്ടെ, അതൊന്നും മോള് കാര്യാക്കണ്ട. കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. എത്ര ശ്രമിച്ചാലും ശ്രീയുടെ മനസ്സിൽ ഞാനൊരു ചീത്ത പെണ്ണല്ലേ അമ്മേ. അവൾ കണ്ണുകൾ തുടച്ചു. അതൊരിക്കലും മാറില്ല. താലി കെട്ടുന്നവരെ സമയമുണ്ടായിട്ടും ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ സാഹചര്യം അതായിരുന്നുകൊണ്ടല്ലേ. സാരമില്ല, പോട്ടെ. പിന്നെ കല്യാണ ദിവസം രാത്രി നീ പറഞ്ഞപ്പോഴല്ല, നിന്നെ കെട്ടുന്നതിന് മുമ്പേ അവനെല്ലാം അറിഞ്ഞിരുന്നു. നന്ദന് ഷോക്കേറ്റ് പോലെ ഒന്ന് പിടഞ്ഞുപോയി. അമ്മ എന്തായി പറയുന്നത്? സത്യം, നിനക്കൊരാൾ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവൻ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോയത്. അതിന്റെ കാരണം എന്തെങ്കിലും അവൻ പറയും, പോരെ? ഞാൻ ഫോൺ വെക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോള് വിളിച്ചോ. ഫോൺ ചെവിയിൽ വെച്ച് തന്നെ അവൾ അതേ നിൽപ്പ് തുടർന്നു. ശ്രീയത്തിനോട് ഉള്ളിൽ തോന്നി തുടങ്ങിയ ബഹുമാനം മാറി അവളുടെ വെറുപ്പ് വളർന്നു പടരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. താൻ ഒരാളെ പ്രണയിക്കുന്നു, അവന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞിട്ട് തന്നെയാണ് അവൻ തന്നെ സ്വന്തമാക്കിയത്. എന്തിന്? അതിസുന്ദരിയോ പണക്കാരിയോ അല്ലെങ്കിൽ മറ്റു കഴിവുകളുള്ളതായ ഒരു പെണ്ണല്ല താൻ. വെറുമൊരു സാധാരണക്കാരി, അതും വെറുമൊരു സെയിൽസ് ഗേൾ. അത്യാവശ്യം നല്ല സാമ്പത്തിക നിലയുള്ള അയാൾക്ക് വേറെ പെണ്ണ് കിട്ടില്ലേ? ഇനി പ്രായക്കുറവ് നോക്കിയാണോ? അതെല്ലാം പോട്ടേന്ന് വെക്കാം. എന്തിനായിരുന്നു ഈ അഭിനയം? ദിവസം ഓരോന്ന് പറഞ്ഞ് കരയിപ്പിക്കുന്ന എന്തിനായിരുന്നു? ചോദിക്കണം. ഇങ്ങ് വരട്ടെ. മുറിവേറ്റ മൃഗത്തെ പോലെ നന്ദന ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ശ്രീത്തിന്റെ വരവും കാത്ത് നമുക്കും കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.